നമസ്കാരം. ജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ശ്യാമ. സർ ആർതർ കോനൻ ഡോയൽ എഴുതിയ ഷെർലക് ഹോംസ് കഥകളിൽ നിന്നെടുത്ത ചോർന്നുപോയ ചോദ്യക്കടലാസ് എന്ന കഥയാണ് ജാലകത്തിൽ ഇന്ന്. കഥകളിൽ ഷെർലക് ഹോംസിൻ്റെ സുഹൃത്തായി പ്രത്യക്ഷപ്പെടുന്ന വാട്സൺ ഒരു ഡോക്ടറാണ്. അദ്ദേഹം രേഖപ്പെടുത്തിയ ഓർമ്മക്കുറിപ്പുകളുടെ രീതിയിലാണ് സർ ആർതർ കോനൻ ഡോയൽ കഥകൾ എഴുതിയിരിക്കുന്നത്. ചോർന്നുപോയ ചോദ്യക്കടലാസ്. സംഭവം നടക്കുന്നത് ഒരു കോളേജിലാണ്. വർഷം 1895. കോളേജിൻ്റെയും വ്യക്തികളുടെയും യഥാർത്ഥ പേരുകൾ വെളിപ്പെടുത്താൻ നിവൃത്തിയില്ലെന്ന കാര്യം സൂചിപ്പിക്കട്ടെ. നഗരത്തിലെ ഒരു ലോഡ്ജിലായിരുന്നു ഞാനും ഹോംസും താമസിച്ചിരുന്നത്. ചില പ്രാചീന രേഖകളെക്കുറിച്ചുള്ള ഗവേഷണത്തിലായിരുന്നു ഹോംസ്. ഒരു ദിവസം ഞങ്ങളുടെ സുഹൃത്തും സെൻറ്റ് ലൂക്സ് കോളേജ് അധ്യാപകനുമായ ഹിൽട്ടൺ സോംസ് ഞങ്ങളെ കാണാൻ വന്നു. ആകെ പരിഭ്രമത്തിലായിരുന്നു അദ്ദേഹം. കോളേജിലെ ഒരു പ്രശ്നത്തിൽ ഹോംസിൻ്റെ സഹായം തേടിയായിരുന്നു സോംസിൻ്റെ വരവ്. അദ്ദേഹം പറഞ്ഞു, നാളെ ഞങ്ങളുടെ കോളേജിൽ സ്കോളർഷിപ്പ് പരീക്ഷ നടക്കുകയാണ്. വളരെ രഹസ്യമായിട്ടാണ് ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നത്. ഗ്രീക്ക് ഭാഷയുടെ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത് ഞാനാണ്. പ്രസ്സിൽ നിന്നെത്തിയ ചോദ്യക്കടലാസിൻ്റെ പ്രൂഫ് ഞാൻ ഇന്നലെ 4 മണിവരെ നോക്കി. പിന്നീട് ഒരു സ്നേഹിതനെ കാണാൻ പുറത്തിറങ്ങി. മുറി പൂട്ടിയിട്ടാണ് പോയത്. 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ മടങ്ങിയെത്തിയപ്പോൾ താക്കോൽ പഴുതിൽ മുറിയുടെ താക്കോലിരിക്കുന്നത് കണ്ടു. മുറിക്ക് പുറം വാതിലും അകത്ത് മറ്റൊരു വാതിലുമുണ്ട്. പുറം വാതിലിലാണ് താക്കോൽ കണ്ടത്. എൻ്റെ കയ്യിലുള്ളത് കൂടാതെ എൻ്റെ പരിചാരകൻ ബാനിസ്റ്ററുടെ കൈവശം മറ്റൊരു താക്കോലുമുണ്ട്. ശ്രദ്ധക്കുറവ് മൂലം അവൻ താക്കോൽ വെച്ച് മറന്നതാവാം എന്നു ഞാൻ കരുതി. ഞാൻ മുറിയിലേക്ക് കടന്നു. മേശപ്പുറത്ത് ഞാൻ പ്രൂഫ് നോക്കി വെച്ച കടലാസുകൾ ചിതറി പലയിടത്തായി കിടന്നിരുന്നു. ഒരെണ്ണം താഴെ, മറ്റൊരെണ്ണം ജനലിന് സമീപത്തുള്ള മേശയിൽ, ഒരെണ്ണം ഞാൻ വച്ച സ്ഥലത്തും. 3 ഒന്നിച്ച് അടുക്കി വെച്ചിട്ടായിരുന്നു ഞാൻ മുറി വിട്ട് പുറത്തിറങ്ങിയത്. കാര്യം നിസ്സാരമല്ല. വലിയ തുകയ്ക്കുള്ള സ്കോളർഷിപ്പാണ്. സംഭവം പുറത്തറിഞ്ഞാൽ കോളേജിന് വലിയ ദുഷ്പേരുണ്ടാകും. വിവരമറിഞ്ഞ ബാനിസ്റ്റർ ആകെ തളർന്നുപോയി. വിശ്വസ്തനാണ് അയാൾ. ജനാലയ്ക്കരികിൽ ഉള്ള മേശമേൽ ഒരു പെൻസിലിൻ്റെ ചെറിയ കഷ്ണങ്ങൾ ചിതറിക്കിടന്നിരുന്നു. പെൻസിലിൻ്റെ ഒടിഞ്ഞ മുനയും കണ്ടു. വേറെയുമുണ്ട് കാര്യങ്ങൾ. എൻ്റെ എഴുത്തുമേശയുടെ ചുവന്ന തുകൽവിരി ഏതാണ്ട് 3 ഇഞ്ച് നീളത്തിൽ കീറിയിരിക്കുന്നു. കൂടാതെ മേശപ്പുറത്ത് കളിമൺ കട്ട പോലെ എന്തോ കിടന്നിരുന്നു. അതിൽ അറക്കപ്പൊടി പറ്റിയിരിപ്പുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട ഞാൻ ആകെ അന്ധാളിച്ചു. അപ്പോഴാണ് നിങ്ങളെക്കുറിച്ച് ഓർമ്മ വന്നത്. ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു. സംഭവത്തിൻ്റെ നിജസ്ഥിതി അറിഞ്ഞേ തീരൂ. പരീക്ഷ നീട്ടിവെക്കേണ്ടി വന്നാൽ സർവകലാശാലയ്ക്കു തന്നെ ചീത്തപ്പേരാണ്. ഹോംസ് എഴുന്നേറ്റ് ഓവർകോട്ട് ധരിച്ചു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, പ്രൂഫ് മുറിയിൽ വന്നതിനു ശേഷം ആരെങ്കിലും നിങ്ങളെ സന്ദർശിച്ചോ? ഉവ്, ഞാൻ താമസിക്കുന്ന കെട്ടിടത്തിലെ ഒരു വിദ്യാർത്ഥി എന്നെ കാണാൻ വന്നിരുന്നു. ദൗലത്ത് റാസ് എന്ന ഇന്ത്യക്കാരൻ. ചോദ്യക്കടലാസിൻ്റെ പ്രൂഫ് നിങ്ങൾ നോക്കുകയാണെന്ന കാര്യം അയാൾ അറിഞ്ഞോ? അറിഞ്ഞു കാണണം. പ്രൂഫ് നിങ്ങളുടെ മുറിയിലെത്തുമെന്ന കാര്യം ആർക്കെങ്കിലും അറിയുമായിരുന്നോ? പ്രസ്സുകാർക്കൊഴികെ മറ്റാർക്കും അറിയില്ല. ബാനിസ്റ്റർ എന്ന വേലക്കാരൻ എവിടെയുണ്ട്? പാവം, അവൻ ആകെ വിഷമിച്ചിരിപ്പാണ്. അയാളെ മുറിയിലിരുത്തിയിട്ടാണ് ഞാൻ പോന്നത്. ഹോംസ് തയ്യാറായി കഴിഞ്ഞിരുന്നു. ഞങ്ങൾ 3 പേരും നേരെ പോയത് ആ അധ്യാപകൻ്റെ മുറിയിലേക്കാണ്. ഒരു 4 നില കെട്ടിടത്തിൻ്റെ താഴത്തെ മുറിയിലായിരുന്നു അത്. മുകളിൽ 3 നിലകളിലായി 3 വിദ്യാർത്ഥികൾ താമസിക്കുന്നു. മുറിക്ക് സമീപമെത്തിയ ഹോംസ് എത്തിവലിഞ്ഞ് ജനലിലൂടെ അകത്തേക്ക് നോക്കി. അയാൾ വാതിലിലൂടെ തന്നെയാവും മുറിക്കകത്തേക്ക് കടന്നിരിക്കുക, ഹോംസ് പറഞ്ഞു. മുറിക്കുള്ളിലെത്തി ഹോംസ് പരവതാനി പരിശോധിച്ചു. വേലക്കാരനെ എവിടെ ഇരുത്തിയിട്ടാണ് നിങ്ങൾ ഞങ്ങളെ കാണാൻ വന്നത്? ആ ജനൽവാതിലിന് അരികെയുള്ള കസേരയിൽ. അത് ശരി. ഈ കൊച്ചു മേശയ്ക്കരികിൽ ഇരുന്നാവണം പ്രതി ചോദ്യക്കടലാസുകൾ പരിശോധിച്ചിട്ടുണ്ടാവുക. കാരണം ഇവിടെ നിന്നാൽ താങ്കൾ വരുന്നത് കാണാമല്ലോ. താങ്കളെ കണ്ടുകഴിഞ്ഞാൽ ഓടി രക്ഷപ്പെടാൻ എളുപ്പമാണ്. അങ്ങനെ സംഭവിക്കില്ല. ഞാൻ ഒരു വശത്തുള്ള വാതിലിലൂടെയാണ് അകത്തു കടന്നത്. ധൃതിയിലാണ് പ്രതി ചോദ്യക്കടലാസുകൾ പകർത്തിയത്. അതിനിടയിൽ പെൻസിൽ ഒടിഞ്ഞു പോയി കാണും. സാധാരണ മട്ടിലുള്ള പെൻസിലായിരുന്നില്ല അത്. നീല നിറമുള്ള പെൻസിൽ. അതിൽ പെൻസിൽ കമ്പനിയുടെ പേര് കൊത്തിയിട്ടുണ്ടായിരുന്നു.
1.5 ഇഞ്ച് നീളമുള്ള പെൻസിലുമായാണ് അയാൾ കടന്നു വന്നത്. പെൻസിലിൻ്റെ നീളം അതെങ്ങനെ മനസ്സിലായി? അധ്യാപകൻ അത്ഭുതത്തോടെ ചോദിച്ചു. ഹോംസ് പെൻസിലിൻ്റെ ചെത്തിയിട്ട പുറംഭാഗങ്ങൾ കയ്യിലെടുത്തു കാട്ടി. അതിനുമേൽ NN എന്നീ അക്ഷരങ്ങൾ ഞങ്ങൾ കണ്ടു. ജൊഹാൻ ഫാബർ കമ്പനിയുടെ പെൻസിലാവണം ഇത്. ആദ്യ വാക്കിലെ അവസാനത്തെ 2 അക്ഷരങ്ങളാണവ. പെൻസിലിൻ്റെ അത്രയും ഭാഗം അയാൾ ഉപയോഗിച്ചു എന്നർത്ഥം. ഹോംസ് എഴുത്തുമേശയിലേക്ക് തിരിഞ്ഞു. അവിടെ കാണപ്പെട്ട കളിമൺകട്ടകൾ അദ്ദേഹം പരിശോധിച്ചു. എഴുത്തുമുറിക്കുള്ളിൽ മറ്റൊരു വാതിലുണ്ടായിരുന്നു. അത് സോംസിൻ്റെ കിടപ്പുമുറിയിലേക്കുള്ള വാതിലായിരുന്നു. സംഭവം നടന്നു കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ കിടപ്പുമുറിയിൽ പോയിരുന്നോ? ഹോംസ് ചോദിച്ചു. ഇല്ല. ഹോംസ് ആ മുറിയിലേക്ക് കടന്നു. അതിനുള്ളിൽ തൂക്കിയിട്ട 2-3 വസ്ത്രങ്ങളല്ലാതെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. പെട്ടെന്ന് അദ്ദേഹം താഴേക്ക് കുനിഞ്ഞു. നേരത്തെ എഴുത്തുമേശയിൽ കാണപ്പെട്ട തരത്തിലുള്ള കറുത്ത നിറത്തിലുള്ള കളിമൺ കട്ടയൊന്ന് അദ്ദേഹം കയ്യിലെടുത്തു. മിസ്റ്റർ ഹിൽട്ടൺ സോംസ്, ആ കക്ഷി നിങ്ങളുടെ കിടപ്പുമുറിയിലും എത്തിയിരുന്നു, ഹോംസ് പറഞ്ഞു. സോംസ് ചോദ്യക്കടലാസിരുന്ന മുറിയിലേക്ക് പ്രവേശിച്ചപ്പോൾ കള്ളൻ കിടപ്പുമുറിയിൽ കയറി ഒളിച്ചതായി ഹോംസ് പറഞ്ഞു. അത് കേട്ട അധ്യാപകൻ വാ പൊളിച്ചു നിന്നുപോയി. ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ 3 വിദ്യാർത്ഥികൾ താമസിക്കുന്നില്ലേ? അവരാരൊക്കെയാണ്? ഹോംസ് ചോദിച്ചു. കോളേജ് അധ്യാപകൻ ആ 3 വിദ്യാർത്ഥികളെപ്പറ്റി ഒരു ചെറു വിവരണം നൽകി. 1-ാമത്തെ നിലയിൽ ഗിൽക്രിറ്റ്, നല്ല വിദ്യാർത്ഥി, സ്പോർട്സിൽ തൽപരൻ, ലോങ് ജമ്പിലും ഹഡിൽസിലും 1-ാമൻ. പക്ഷെ പിതാവിൽ നിന്ന് കാര്യമായ സഹായം ലഭിക്കുന്നില്ല. 2-ാമത്തെ നിലയിൽ ദൗലത്ത് റാസ്, ഗ്രീക്ക് ഭാഷയിൽ അല്പം പിന്നോക്കം, എങ്കിലും നന്നായി പഠിക്കാൻ ശ്രമിക്കുന്നു. 3-ാം നിലയിലുള്ള മൈൻസ് മെക്ലോറൻ നല്ല ബുദ്ധിമാനാണ്, പക്ഷേ ആളല്പം തെമ്മാടിയാണ്, ഉഴപ്പനും. ഇക്കൂട്ടത്തിൽ ഞാൻ അല്പമെങ്കിലും സംശയിക്കുന്നത് മെക്ലോറിനെയാണ്. തുടർന്ന് ഞങ്ങൾ വേലക്കാരൻ ബാനിസ്റ്ററെ കണ്ടു. 50 വയസ്സ് പ്രായമുള്ള ഒരു സാധു. അയാൾ ആകെ വിവശനായിരിക്കുന്നു. താക്കോൽ വാതിലിൽ വെച്ച് മറന്നതാണ് അല്ലേ? ഹോംസ് ചോദിച്ചു. അതെ സാർ. പുറത്തേക്കിറങ്ങുമ്പോൾ കയ്യിൽ ചായത്തട്ടമുണ്ടായിരുന്നു. അത് കൊണ്ടുവച്ച ശേഷം താക്കോൽ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നീടത് മറന്നു. സോംസ് തിരിച്ചു വന്ന് നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ ആകെ വിഷമിച്ചു അല്ലേ? അതെ സാർ. എത്രയോ വർഷങ്ങളായി ഞാനിവിടെ ജോലി ചെയ്യുന്നു. ഇങ്ങനെയൊരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. വിവരമറിഞ്ഞപ്പോൾ എനിക്ക് തലചുറ്റലാണ് ഉണ്ടായത്. തലചുറ്റലുണ്ടായപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? ഇതാ ഈ ജനലരികിൽ. അത്ഭുതമായിരിക്കുന്നു. ബോധക്കേട് തോന്നിയപ്പോൾ നിങ്ങൾ എഴുത്തുമേശയ്ക്കരികിൽ നിന്ന് ഇവിടെ എത്തിയതെങ്ങനെ? അവന് ഒന്നും ഓർമ്മയുണ്ടാവില്ല, അധ്യാപകൻ സോംസ് പറഞ്ഞു. അവൻ ആകെ വിവശനായിരുന്നു. പിന്നീട് ഞങ്ങൾ ആ വിദ്യാർത്ഥികളെ കാണാനായി മുകളിലത്തെ നിലയിലേക്ക് പോയി. സന്ധ്യ കഴിഞ്ഞിരുന്നതിനാൽ മുകളിലത്തെ നിലയിൽ വെളിച്ചം തെളിഞ്ഞിരുന്നു. ആദ്യം ഗിൽക്രിസ്റ്റിനെയാണ് കണ്ടത്. നീണ്ടു മെലിഞ്ഞ ഒരു യുവാവ്. ഹോംസ് വെറുതെ കുറേ നേരം സംസാരിച്ചിരുന്നു. ഇടയ്ക്ക് എന്തോ എഴുതാനായി അദ്ദേഹം പെൻസിലെടുത്തുവെങ്കിലും അതിന് മുനയുണ്ടായിരുന്നില്ല. അദ്ദേഹം ഗിൽക്രിസ്റ്റിൻ്റെ പെൻസിൽ വാങ്ങി. ഇടയ്ക്ക് സ്വന്തം പെൻസിലിൻ്റെ മുന കൂർപ്പിക്കുന്നതിനായി ഗിൽക്രിസ്റ്റിൻ്റെ കയ്യിൽ നിന്നും കത്തിയും വാങ്ങി. ഇന്ത്യക്കാരൻ വിദ്യാർത്ഥിയുടെ മുറിയിലെത്തിക്കഴിഞ്ഞും ഈ നാടകം തുടർന്നു. ഹോംസ് കാലാവസ്ഥയെപ്പറ്റി പറഞ്ഞു. ഇടയ്ക്ക് പെൻസിൽ വാങ്ങി എന്തോ എഴുതി. എന്നാൽ 3-ാമത്തെ വിദ്യാർത്ഥി വാതിൽ തുറന്നതേയില്ല. അയാൾ അകത്തുനിന്ന് ചീത്ത വിളിച്ചു. പുറത്തേക്ക് നടന്നപ്പോൾ ഹോംസ് വിചിത്രമായ ഒരു ചോദ്യം ചോദിച്ചു. അവൻ്റെ ഉയരം എത്രയാണ്? കൃത്യമായി പറയാനാവില്ല. ഇന്ത്യക്കാരനേക്കാൾ ഉയരമുണ്ട്. എന്നാൽ ഗിൽക്രിസ്റ്റിൻ്റെ ഉയരമില്ലതാനും. ഏതാണ്ട് 5 അടി 6 ഇഞ്ച് കാണും, അധ്യാപകൻ പറഞ്ഞു. അക്കാര്യം പ്രധാനപ്പെട്ടതാണ്, ഹോംസ് പറഞ്ഞു. അയാൾ വാതിൽ തുറക്കാത്തത് സംശയമുണ്ടാക്കുന്നു. ഞങ്ങൾ യാത്ര പറഞ്ഞപ്പോൾ കോളേജ് അധ്യാപകൻ സോംസ് വിഷമത്തോടെ പറഞ്ഞു. നാളെയാണ് പരീക്ഷ. പരീക്ഷ മാറ്റിവെക്കേണ്ടി വരുമോ? ഏതായാലും നാളെ രാവിലെ വരെ അങ്ങ് സമാധാനമായിരിക്കണം. ഈ മൺകട്ടയും പെൻസിൽ ചീളുകളും എൻ്റെ കയ്യിലിരിക്കട്ടെ. ഹോംസ് പുറത്തേക്കിറങ്ങി. മടങ്ങിയ വഴി നഗരത്തിലെ പ്രധാന സ്റ്റേഷനറി കടകളിൽ കയറി സോംസിൻ്റെ മുറിയിൽ കണ്ട മാതിരി ഒരു പെൻസിൽ സംഘടിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു. നിരാശയായിരുന്നു ഫലം. എങ്കിലും ഹോംസിൻ്റെ മുഖം പ്രസന്നമായിരുന്നു. രാത്രി ഭക്ഷണത്തിന് ശേഷം കുറേ നേരം അദ്ദേഹം ഗാഢചിന്തയിൽ മുഴുകിയിരുന്നത് ഞാൻ ശ്രദ്ധിച്ചു.
പിറ്റേന്ന് അതിരാവിലെ അദ്ദേഹം എൻ്റെ മുറിയിലെത്തി. വാട്സൺ, നമുക്ക് കോളേജിലേക്ക് പുറപ്പെടാം. ആ അധ്യാപകൻ നമ്മളെ പ്രതീക്ഷിച്ചിരിപ്പാവും. പക്ഷേ പ്രശ്നത്തിനുള്ള പരിഹാരം? ഞാൻ ചോദിച്ചു. രഹസ്യം വെളിവായി വാട്സൺ. ഇന്ന് വെളുപ്പിനെ ഞാൻ ആ കോളേജ് പരിസരം വീണ്ടും സന്ദർശിച്ചു. ഇതാ നോക്കൂ. ഹോംസ് കൈ നിവർത്തിക്കാട്ടി. അതിൽ 3 കളിമണ്ണുരുളകൾ ഞാൻ കണ്ടു. 2 എണ്ണമല്ലേ ഇന്നലെ കിട്ടിയത്? ഞാൻ ചോദിച്ചു. അതെ, കളിമണ്ണു കഷ്ണങ്ങൾ എവിടെ നിന്ന് വന്നുവോ അവിടെ പോയി ഞാൻ ഒന്നുകൂടി ശേഖരിച്ചതാണ്. വരൂ, നമുക്ക് അധ്യാപകനെ കാണാം. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്ത് ചെന്നപ്പോൾ സോംസ് ആകെ പരിഭ്രമിച്ചിരിക്കുകയായിരുന്നു. പരീക്ഷ നടത്തണോ അതോ മാറ്റിവെക്കണോ എന്നറിയാതെ കുഴങ്ങുകയായിരുന്നു അദ്ദേഹം. പരീക്ഷ നടത്താമെന്ന് ഹോംസ് പറഞ്ഞു. പക്ഷേ ആ കള്ളൻ... ഇല്ല, അവൻ പരീക്ഷ എഴുതില്ല. ആരാണത് ചെയ്തത്? ഹോംസ് ബാനിസ്റ്ററെ വിളിച്ചു വരുത്താൻ ആജ്ഞ നൽകി. അല്പനിമിഷങ്ങൾക്കുള്ളിൽ അയാൾ മുറിയിലെത്തി. ബാനിസ്റ്റർ, തല കറങ്ങുന്നതായി ഭാവിച്ച് നിങ്ങൾ ആ കസേരയിലിരുന്നത് ആരെ രക്ഷിക്കാനായിരുന്നു? ഇല്ല സർ, അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. എനിക്കൊന്നും അറിയില്ല സർ. ഹോംസ് ആവശ്യപ്പെട്ടതനുസരിച്ച് കോളേജ് അധ്യാപകൻ മുകളിലത്തെ നിലയിലേക്ക് പോയി. ഗിൽക്രിസ്റ്റിനെയും കൂട്ടിയാണ് അദ്ദേഹം മടങ്ങിയെത്തിയത്. ഗിൽക്രിസ്റ്റ് മുറിയിലെത്തിയപ്പോൾ ഹോംസ് മുറിയുടെ വാതിലടച്ചു. ഗിൽക്രിസ്റ്റ്, താങ്കളെപ്പോലൊരാൾ എന്തിനീ പ്രവൃത്തി ചെയ്തു? ആ ചെറുപ്പക്കാരൻ പിന്നോക്കം ഒരടി വെച്ചു. ഭയവും വിദ്വേഷവും ആ മുഖത്ത് സ്ഫുരിച്ചു. അയാൾ ബാനിസ്റ്ററെ തുറച്ചു നോക്കി. ഇല്ല കൊച്ചമ്മാനെ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ബാനിസ്റ്റർ ദയനീയമായി പറഞ്ഞു. ഇപ്പോൾ സംഗതി വ്യക്തമായില്ലേ? ഇനി പറയൂ കാര്യങ്ങൾ. ഹോംസ് പുഞ്ചിരിച്ചു. ഗിൽക്രിസ്റ്റ് മുട്ടുകുത്തി നിലത്തിരുന്നു. അയാൾ കൈപ്പത്തികൾ കൊണ്ട് മുഖം മറച്ചു. സാരമില്ല, വിഷമിക്കാതിരിക്കൂ. ഇത്തരം ചെറിയ തെറ്റുകൾ ആർക്കും സംഭവിക്കും, ഹോംസ് ആശ്വസിപ്പിച്ചു. ഹോംസ് പിന്നീട് സംഭവത്തിൻ്റെ ചുരുളഴിച്ചു. താങ്കളുടെ മുറിയിലേക്ക് വരുന്ന വഴി ഞാൻ ജനലിലൂടെ അകത്തേക്ക് നോക്കാൻ ശ്രമിച്ചത് ഓർമ്മയില്ലേ? 6 അടി പൊക്കമുള്ള എനിക്ക് എത്തി വലിഞ്ഞെങ്കിൽ മാത്രമേ ജനലിലൂടെ മുറിക്കകം കാണാൻ കഴിയുമായിരുന്നുള്ളൂ. അതായത് അതുവഴി നടന്നു പോകുന്ന ഒരു സാധാരണ പൊക്കമുള്ള ഒരാൾക്ക് ഉള്ളിൽ എന്താണെന്നുള്ള കാര്യം അറിയുക അസാധ്യം. അസാധാരണ ഉയരമുള്ള ഗിൽക്രിസ്റ്റ് ഇന്നലെ ഉച്ചയ്ക്ക് ലോങ് ജമ്പ് പ്രാക്ടീസ് കഴിഞ്ഞ് മടങ്ങി വന്ന വഴി ജനലിലൂടെ ഈ മുറിയിലേക്ക് നോക്കി. എഴുത്തുമേശയിൽ നിവർത്തി വെച്ച കടലാസുകൾ അയാൾ കണ്ടു. അവ ചോദ്യക്കടലാസുകളാകാം എന്നയാൾക്ക് തോന്നി. മുറിയിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. വേലക്കാരൻ വാതിലിൽ താക്കോൽ മറന്നു വെച്ചില്ലായിരുന്നുവെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല. ബാനിസ്റ്റർ ശ്രദ്ധയില്ലാതെ താക്കോൽ വാതിലിൽ വെച്ചുപോയി. അങ്ങനെ ഗിൽക്രിസ്റ്റിന് മുറിക്കുള്ളിൽ കടക്കാനുള്ള സാഹചര്യവും ഉണ്ടായി. ലോങ് ജമ്പ് പ്രാക്ടീസ് കഴിഞ്ഞു വരുന്ന വഴിയായതിനാൽ ഗിൽക്രിസ്റ്റ് കയ്യിൽ സ്പെക് ഷൂസ് ഊരിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അവ മേശപ്പുറത്ത് വെച്ച് അയാൾ ചോദ്യക്കടലാസുകൾ പരതി. ജനാലയ്ക്കരികിലുള്ള കസേരയിൽ മറ്റെന്തോ വെച്ചല്ലോ. അതെന്തായിരുന്നു ഗിൽക്രിസ്റ്റ്? ഹോംസ് ചോദിച്ചു. എൻ്റെ കയ്യുറകൾ, ഗിൽക്രിസ്റ്റ് നേർത്ത ശബ്ദത്തിൽ മറുപടി പറഞ്ഞു. അതെ, കയ്യുറകൾ തന്നെ. ഹോംസ് ബാനിസ്റ്ററെ ഒന്ന് നോക്കിയതിനു ശേഷം തുടർന്നു. കയ്യുറകൾ കസേരയിലിട്ടതിനു ശേഷം ഗിൽക്രിസ്റ്റ് ചോദ്യക്കടലാസുകൾ പകർത്താൻ തുടങ്ങി. നിങ്ങൾ മടങ്ങി വരുന്നത് ജനലിലൂടെ കാണാനാവുമല്ലോ എന്നു കരുതിയാണ് ആ ചെറിയ മേശയിൽ വെച്ച് അയാൾ ചോദ്യക്കടലാസുകൾ എഴുതിയെടുത്തത്. പക്ഷെ സോംസ് കടന്നു വന്നത് മറ്റൊരു വാതിലിലൂടെ. കാലടി ശബ്ദം കേട്ടതോടെ പെട്ടെന്ന് ചാടി എണീറ്റ് സോംസിൻ്റെ എഴുത്തുമേശപ്പുറത്ത് നിന്ന് ഷൂസും വലിച്ചെടുത്ത് കിടക്കമുറിയിലേക്ക് ഓടി. സ്പോർട്സ് ഷൂസിൻ്റെ അടിഭാഗത്തെ മുള്ളുകൾ കൊണ്ടാണ് മേശവിരി കീറിയത്. കിടക്കമുറിയുടെ ഭാഗത്തേക്കാണ് മേശവിരി കീറിയിരിക്കുന്നത്. ഷൂസിൻ്റെ അടിഭാഗത്ത് പറ്റിയിരുന്ന ചെളിക്കഷ്ണങ്ങൾ മേശപ്പുറത്തു നിന്നും കിടക്കമുറിയിൽ നിന്നും കിട്ടി. അവയിൽ അറക്കപ്പൊടിയുടെ അംശമുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ കോളേജ് ഗ്രൗണ്ടിലെ ലോങ് ജമ്പ് പ്രാക്ടീസ് സ്ഥലം കാണാൻ പോയിരുന്നു. ഇതേ തരത്തിലുള്ള മണ്ണാണ് അവിടെ നിന്നും കിട്ടിയത്. തെന്നി വീഴാതിരിക്കാൻ അവിടെ അറക്കപ്പൊടി വിതറിയിരുന്നു. അവിടെ നിന്ന് ഞാൻ ചെറിയൊരു മൺകട്ട ശേഖരിക്കുകയും ചെയ്തു. ഇനി ഒരു കാര്യം കൂടി എനിക്കറിയണം. ചോദ്യക്കടലാസ് പകർത്തിയെഴുതിയത് ആരാണെന്ന് ബാനിസ്റ്റർക്ക് ആദ്യം തന്നെ മനസ്സിലായി. പക്ഷെ അക്കാര്യം സോംസിനോട് അയാൾ പറഞ്ഞില്ല. കസേരയിൽ കിടന്ന കയ്യുറകൾ അയാൾ കണ്ടിരുന്നു. ആരുടേതാണെന്ന് ബാനിസ്റ്റർക്ക് അറിയുമായിരുന്നു. ശരിയാണ് സർ, എനിക്ക് ആളെ മനസ്സിലായി. ആ കയ്യുറകൾ യജമാനൻ കാണാതിരിക്കാനാണ് ഞാൻ തല ചുറ്റിയ ഭാവത്തിൽ അതിനു മുകളിലിരുന്നത്.
യജമാനൻ പുറത്തിറങ്ങുന്നത് വരെ ഞാൻ ആ ഇരിപ്പിൽ നിന്ന് അനങ്ങിയില്ല. യജമാനൻ നിങ്ങളെ കാണാൻ പോയി കഴിഞ്ഞപ്പോഴുണ്ട് കിടപ്പുമുറിയിൽ നിന്ന് ഈ കുഞ്ഞ് ഇറങ്ങി വരുന്നു. ഞാൻ കുറേ കാലം ഇവരുടെ വീട്ടിൽ ജോലിക്ക് നിന്നിട്ടുള്ളതാണ്. ഞാൻ എടുത്തുകൊണ്ട് നടന്ന കുഞ്ഞാണിത്. പാവമാണിവൻ. ഇന്നു രാവിലെ എല്ലാ കാര്യവും യജമാനോട് പറഞ്ഞ് മാപ്പ് ചോദിക്കാനിരുന്നതാണ്. അതെ സർ, ഞാൻ പരീക്ഷ എഴുതുന്നില്ല. എനിക്ക് റൊഡേഷ്യയിലെ പോലീസ് വകുപ്പിൽ ജോലി ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് തിരിക്കുകയാണ്, ഗിൽക്രിസ്റ്റ് പറഞ്ഞു. എനിക്ക് നേർവഴി കാട്ടിത്തന്നത് ഈ ബാനിസ്റ്ററാണ്. നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ, ഹോംസ് ആശംസിച്ചു. മിസ്റ്റർ ഹിൽട്ടൺ സോംസിൻ്റെ പ്രശ്നം അങ്ങനെ പരിഹരിക്കപ്പെട്ടു. നന്ദി. ഇനിയും ഇതുപോലുള്ള രസകരങ്ങളായ കഥകൾ കേൾക്കാൻ ജാലകം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.